കുവൈത്തിലേക്കാണ്. അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകളെ ലക്ഷ്യമിട്ട ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞുവെന്ന് കുവൈത്ത് ആർമി ജനറൽ സ്റ്റാഫ്. എന്നാൽ ഡ്രോൺ ആക്രമണത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി ആസ്ഥാനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈത്ത് ആർമി ജനറൽ സ്റ്റാഫ് പറഞ്ഞു. സലീം കോട്ടയിൽ വിവരങ്ങൾ നൽകും. സലീം, കുവൈത്തിലും ഇത്തരം രീതിയിലുള്ള വലിയ ഇന്ധന ടാങ്ക് ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. വിമാനത്താവളം ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള ഭീതിയുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പൊതുജനത്തിന് നൽകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്? ഇന്നലത്തെ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞോ? ജിൽസി, അല്പസമയം മുമ്പാണ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടന്നതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചത്. എയർപോർട്ടിലെ കാഫ്കയുടെ 2 ഇന്ധന ടാങ്കുകളിൽ ഡ്രോൺ ഇടിച്ചതിനെ തുടർന്ന് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. എന്നാൽ അഗ്നിശമന സേനയും ബന്ധപ്പെട്ട ഏജൻസികളും തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമൊന്നുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിനിടെ രാജ്യത്തെ ലക്ഷ്യമാക്കി വന്ന നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈത്ത് ആർമി ജനറൽ സ്റ്റാഫ് അറിയിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ തടയുന്നതിനാണ് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ പുലർച്ചെ നടന്ന മറ്റൊരു ഡ്രോൺ ആക്രമണത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി ആസ്ഥാന കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റിയുടെ പ്രധാന ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം നടന്നത്. സംഭവത്തെ തുടർന്ന് ഇന്ന് പ്രധാന ഓഫീസിൽ സന്ദർശകരെ സ്വീകരിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ഇടപാടുകളും ഇലക്ട്രോണിക് സേവനങ്ങളുടെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജിൽസി, ശരി, സലീം കോട്ടയിലാണ് കുവൈത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവച്ചത്.